അപ്പോൾ മക്കളെ, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ് കെമിസ്ട്രീൻ്റെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ പാർട്ട് 3 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം പാഠത്തിലേക്ക് പോകാം. അപ്പോൾ ഏതൊരു എലമെൻറ്റിൻ്റെ കേസിലും അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ആറ്റോമിക് നമ്പർ എന്നാണ് പഠിക്കാൻ പോകുന്നത്. The number of protons is very important in the case of an atom. ഒരു ആറ്റത്തെ സംബന്ധിച്ച് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. It is the number of protons in an atom that determines the element to which atom belongs. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഈ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഇത് ഏത് ആറ്റമാണ്, ഏത് മൂലക ആറ്റമാണ് എന്ന് തീരുമാനിക്കുന്നത്. The total number of protons in an atom is known as the atomic number. അതായത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് ദി ലെറ്റർ സെഡ്. ക്യാപിറ്റൽ ലെറ്റർ സെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആറ്റോമിക് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അതേപോലെ നമ്മൾക്ക് എന്ത് പറയാം, ഇലക്ട്രോൺസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. അതായത് ഒരാറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെയാണെന്ന് പറയാം, പ്രോട്ടോണുകളുടെ എണ്ണമാണെന്ന് പറയാം. അതേപോലെ തന്നെ ആ ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും കൂടിയാണ് ഈ തന്നിരിക്കുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ പാർട്ടിക്കിൾസ് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഏതൊക്കെ പാർട്ടിക്കിൾസ് ആണുള്ളത്, പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ. തൊട്ട് താഴെ എന്താണ് മാസ് നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് ഇറ്റ്സ് മാസ് നമ്പർ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഒരാറ്റത്തിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ന്യൂക്ലിയസിലാണ് അല്ലേ. അപ്പോൾ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്തുള്ള പദാർത്ഥങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരാറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്, അല്ലെ മാസ് എന്ന് പറയുന്നത് എന്താണ്, ആ ആറ്റത്തിലെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരാറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. ഇതവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം ഹാവിങ് 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ്? 2 പ്രോട്ടോണും 2 ന്യൂട്രോണുമുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്, 2 പ്രോട്ടോണാണ് തന്നിട്ടുള്ളത്. അതേപോലെ ന്യൂട്രോൺ എത്രയാണ് തന്നിട്ടുള്ളത്, 2 ന്യൂട്രോൺ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ, അതായത് ഒരാറ്റത്തിൻ്റെ, ഈ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 + 2 അതായത് 4. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. രണ്ടും ഈക്വൽ ആണ്. ഇനി രണ്ടാമത് എന്താണ്, മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ആറ്റോമിക് നമ്പറിൻ്റെ കൂടെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യുക, കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാസ് നമ്പർ കിട്ടും. ഇനി അതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ്, മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതായത് ആറ്റോമിക് മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ അങ്ങനെയും പറയാം. അങ്ങനെയാണ്, മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ആ ഒരാറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ആറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ആറ്റത്തിലെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. When we represent an atom using its symbol, ആറ്റത്തിൻ്റെ ചിഹ്നം ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് we write the mass number and atomic number on the top left and the bottom left respectively. അപ്പോൾ ആറ്റത്തിൻ്റെ സിമ്പിൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടം ലെഫ്റ്റ്, അതായത് ഇടതുവശത്ത് താഴെയായി കൊടുത്തിരിക്കുന്നത് ആ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പറും, അതേപോലെ മുകൾ വശത്ത് ഇടതുവശത്ത് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്, ആ ആറ്റത്തിൻ്റെ മാസ് നമ്പറും ആയിരിക്കും. ക്ലിയർ അല്ലേ?
അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ക്ലോറിൻ ആൻഡ് കാൽസ്യം ആറ്റംസ്. നമുക്ക് ക്ലോറിനും കാൽസ്യവും അതിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. ഈ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും അതേപോലെ തന്നെ ന്യൂട്രോണുകളുടെയും എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 17 എന്ന് പറയുന്നത് ക്ലോറിൻ്റെ എന്താണ് ആറ്റോമിക് നമ്പറാണ്. എന്താ ആറ്റോമിക് നമ്പർ എന്ന് ഓർമ്മയുണ്ടാവണം. എന്താണ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ? പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 17 എന്ന് പറയുന്നത് എന്തിൻ്റെ എണ്ണമാണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ പ്രോട്ടോൺ ഈക്വൽ ടു എന്നുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കാം? 17 എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ ആറ്റോമിക് നമ്പർ മറ്റൊന്നിനും കൂടി തുല്യമാണ്. എന്താണ്? ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 17 എന്ന് പറയുന്നത് ഏതിൻ്റെയും കൂടി എണ്ണമാണ്? ഇലക്ട്രോണുകളുടെയും കൂടി എണ്ണമാണ്. ഓക്കെ. ഇനി ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താണ്? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. മാസ് നമ്പർ എന്ന് പറയുന്നത് 35 ആണ്. 35ൽ നിന്ന് 17 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ 18 കിട്ടും അല്ലേ? ഇനി അതേപോലെ തന്നെയാണ് നമ്മൾക്ക് കാൽസ്യത്തിൻ്റെയും കണ്ടുപിടിക്കേണ്ടത്. കാൽസ്യത്തിൻ്റെ എങ്ങനെയാണ്? പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ തന്നെയാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 20. അതേപോലെ ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും എന്ത് തന്നെയാണ്? 20 തന്നെയാണ്. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണമോ? ന്യൂട്രോണിൻ്റെ എണ്ണം 40 മൈനസ് 20. 40ൽ നിന്ന് 20 കുറയ്ക്കുക. 40ൽ 20 കുറച്ചാൽ എത്രയാണ്? 20 അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ദെൻ മാസ് നമ്പറും ഹൈഡ്രജൻ്റെ എന്താണ്? 1 ആണ്. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടോൺസിൻ്റെ എണ്ണം ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ്, അതും 1 തന്നെ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണ്, അപ്പോൾ അതും 1 ആണ്. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചതാണ്. അതായത് ഇവിടെ 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 3. മാസ് നമ്പർ 7. ഓക്കെ. ഇനി പ്രോട്ടോണിൻ്റെ എണ്ണം ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ്, അപ്പോൾ എത്രയാണ്? 3 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസും 3 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി മൂന്നാമതായിട്ട് തന്നിട്ടുള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെത് 8, 16 ആണ് തന്നിട്ടുള്ളത്. ആറ്റോമിക് നമ്പർ 8, മാസ് നമ്പർ 16. നമ്പർ ഓഫ് പ്രോട്ടോൺസ് 8, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8, ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 16 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇനി സോഡിയം എണ്ണേൻ്റെ എത്രയാണ്? ആറ്റോമിക് നമ്പർ 11 ആണ്. ദെൻ മാസ് നമ്പർ 23. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 11 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസും 11 ആണ്. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 23 മൈനസ് 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ്. ഇനി അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിയോണിൻ്റെതാണ്. നിയോണിൻ്റെത് എത്രയാണ്? ആറ്റോമിക് നമ്പർ 10, മാസ് നമ്പർ 20. നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ 10 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആണ്. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 20 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. ഇനി ടൈറ്റാനിയം തന്നിട്ടുണ്ട്. എത്രയാണ്? 22 ആണ് ആറ്റോമിക് നമ്പർ. 48 ആണെന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്കറിയാം എത്രയാണ്? 22 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 22 ആണ്. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? 48 മൈനസ് 22 ദാറ്റ് ഈസ് ഈക്വൽ ടു 26 ആണ്, 26. നെക്സ്റ്റ് യുറേനിയമാണ്. യുറേനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 92 ആണ് ആൻഡ് മാസ് നമ്പർ 235. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 92, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 92 ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 235 മൈനസ് 92 ദാറ്റ് ഈസ് ഈക്വൽ ടു 143. നെക്സ്റ്റ് തോറിയമാണ് കൊടുത്തിരിക്കുന്നത്. തോറിയത്തിൻ്റെത് 90 ആണ് ആറ്റോമിക് നമ്പർ, 232 ആണ് മാസ് നമ്പർ. ഓക്കെ. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് 90, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 90, ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 232 മൈനസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 142. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സിങ്കിൻ്റെത് 30 ആണ് ആറ്റോമിക് നമ്പർ, 65 ആണ് മാസ് നമ്പർ.
ഓക്കെ, പ്രോട്ടോൺസ് 30, ഇലക്ട്രോൺസ് 30, ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം, അതായത് ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദ ബോർ മോഡൽ, വേർ ഈസ് ഇലക്ട്രോൺ സിറ്റുവേറ്റഡ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിൽ ബോർ മോഡൽ അനുസരിച്ച് എവിടെയാണ് ഇലക്ട്രോണുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോണുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റത്തിന് പുറത്തുള്ള ഓർബിറ്റുകളിലായിട്ടാണ്, അല്ലേ? വാട്ട് ആർ ദി സിംബൽസ് ഗിവൺ ടു ദി എനർജി ലെവൽസ് 1, 2, 3 ആൻഡ് 4? അതായത് 1, 2, 3, 4 എന്നിങ്ങനെ കൊടുത്തിരിക്കുന്ന ഊർജ്ജ നിലകൾക്ക് ഏത് സിംബലാണ്, ഏത് ചിഹ്നമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഓർബിറ്റുകളെ ഷെല്ലുകൾ എന്ന് പറയുമ്പോൾ അവയ്ക്ക് എന്താണ് നെയിമിങ് ചെയ്യുന്നത്? K, L, M, N എന്നിങ്ങനെയാണ്, അല്ലേ? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് സർട്ടൈൻ ലോസ്. കുറച്ച് നിയമങ്ങളുണ്ട് ഈ ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്യുന്നതിൽ. അപ്പോൾ നമുക്ക് ആ നിയമങ്ങൾ എന്താണെന്ന് നോക്കാം. റൂൾ നമ്പർ 1 ഇങ്ങനെയാണ്: The maximum number of electrons that can be accommodated in any orbit is 2n square. അതായത് ഏതൊരു ഓർബിറ്റിലാണെങ്കിലും അതിൽ മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 × n² ആണ്. n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പർ. ഇപ്പോൾ തൊട്ട് താഴെയുള്ള ടേബിൾ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഒന്നാമത്തെ ഓർബിറ്റിൽ നെയിം എന്താണ്? K എന്നാണ്, അല്ലേ? അപ്പോൾ അതിൽ 2n² എന്നുള്ള ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ, അല്ലെ ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത് എന്താണ്? 2 × 1². K എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓർബിറ്റാണ്. അപ്പോൾ ഓർബിറ്റിൻ്റെ നമ്പർ 1. ഓക്കെ, 1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ L എന്ന് പറയുന്ന ഷെല്ലിൽ 2 × 2² ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ദെൻ M എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 3² ആണ്. 3² എന്ന് പറയുന്നത് 9 ആണ്. 9 × 2 എത്രയാണ്? 18 ആണ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് N എന്ന് പറയുന്ന ഷെല്ല് വരുമ്പോൾ 2 × 4² വരും. 4² 16 ആണ്. 16 × 2 എത്ര വരും? 32. അപ്പോൾ അത് ഓർത്ത് വെക്കുക. K ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആണ് കൊള്ളുക? 2 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. L ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് കൊള്ളുക? 8 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. M ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആണ് കൊള്ളുക? 18 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. ദെൻ N ഷെല്ലിൽ മാക്സിമം 32 ഇലക്ട്രോൺസ് കൊള്ളും. ഓക്കെ, ഇപ്പോൾ രണ്ടാമതായിട്ട് നോർമലി ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയർ എനർജി ഓർബിറ്റ്സ് വിൽ ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദി ലോവർ എനർജി ഓർബിറ്റ്സ് ആർ ഫിൽഡ്. അതായത് ഹയർ എനർജി ലെവലുകളിൽ, അതായത് ഊർജം കൂടിയ എനർജി ലെവലുകളിലേക്ക് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യണമെങ്കിൽ, ഇലക്ട്രോണുകൾ നിറയണമെങ്കിൽ ആദ്യം ലോവർ എനർജി ഓർബിറ്റുകൾ, അതായത് ഊർജം കുറഞ്ഞ ഓർബിറ്റുകൾ എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഏതിലേക്ക് അതായത് അടുത്ത ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുള്ളൂ? നിറയുള്ളൂ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്. ഇനി തേർഡ് ലോ എന്താണെന്ന് നോക്കാം. The maximum number of electrons that can be accommodated in the outermost orbit of an atom is 8. അതായത് ഏതൊരു ആറ്റം ആയിക്കോട്ടെ അതിലെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഓർബിറ്റ്, ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിൽ നിറയുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഏറ്റവും മാക്സിമം നിറയാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 8 നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ 3 റൂള് അനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്? ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നത്? നിറയുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടേബിൾ അത് തന്നിട്ടുണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമ്മളത് കാര്യമായിട്ട് കൃത്യമായിട്ടല്ലേ വൃത്തിക്ക് തന്നെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത്തെ കോളം കുറേ എലമെൻസിൻ്റെ നെയിമാണ്, അല്ലേ? കുറേ എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളം ആറ്റോമിക് നമ്പറാണ്. മുഴുവനൊന്നും തന്നിട്ടില്ലെങ്കിലും ഏകദേശം കുറച്ച് തന്നിട്ടുണ്ട്. ബാക്കി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റാണ്ടില്ല, ഓർഡറിലാണ് തന്നിട്ടുള്ളത്. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി അറിയാം. ആറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ആറ്റോമിക് നമ്പറും കണ്ടുപിടിക്കാം. അവിടെ അങ്ങനെ ഒരു ക്ലൂവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ദെൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഷെല്ലുകളാണ് K, L, M. 3 ഷെല്ലുകളാണ് തന്നിട്ടുള്ളത്. അതിലെങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ആ ഇലക്ട്രോൺ ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ലായ K ഷെല്ലിൽ എന്താവുന്നു? ഫില്ലാവുന്നു. ഓക്കെ, ആ 1 ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് ഉണ്ടാവുക? K എന്ന് പറയുന്ന ഷെല്ലിലാണ് ഉണ്ടാവുക. ഓക്കെ,
ഇനി രണ്ടാമത്തെ എലമെൻ്റായ ഹീലിയത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2 ആണ്. അതിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക? 2 ഇലക്ട്രോണുകൾ ഉണ്ടാവും. കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് കൊള്ളും. അപ്പോൾ നമുക്ക് നിയമം ലോസ് ഓർമ്മയുണ്ടാവണം. എങ്ങനെയാണ്? ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലുകൾ, അതായത് അതിൽ താഴെ എനർജി ലെവലുകൾ ഏറ്റവും ചെറുതൊക്കെ പൂർണ്ണമായിട്ടും ഫില്ലായിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഏതിലേക്ക് പോവുള്ളൂ? ഇലക്ട്രോണുകൾ ഹയസ്റ്റ് എനർജി ലെവലുകളിലേക്ക് പോവുള്ളൂ. അതായത് കൂടിയ ഊർജ്ജ നിലകളിലേക്ക് ഇലക്ട്രോണുകൾ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 ഇലക്ട്രോണുകൾ എവിടെ നിറയുന്നു? കെ ഷെല്ലിൽ നിറയുന്നു. മൂന്നാമതായിട്ട് ലിഥിയമാണ് കൊടുത്തിട്ടുള്ളത്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണം അപ്പോൾ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ കെ എന്ന് പറയുന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ എന്ന് പറയുന്ന ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ദെൻ 4 ബെറിലിയം. ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസും 4 ആണ്. ദെൻ അവിടെ കോൺഫിഗറേഷൻ വരുമ്പോഴെങ്ങനെയാണ്? കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 2 എണ്ണം. ഓക്കെ. ഇനി അടുത്തത് ബോറോൺ ആണ്. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസും 5 ആണ്. അപ്പോൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരുന്നത്? കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 3. ദെൻ നെക്സ്റ്റ് വരുന്നത് കാർബൺ ആണ്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 6 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരിക? കെ ഷെല്ലിൽ 2 എണ്ണം കൊള്ളും, എൽ ഷെല്ലിൽ 4 എണ്ണം. നെക്സ്റ്റ് നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടില്ല. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇലക്ട്രോൺസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് പറയാം? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 7 തന്നെയാണ്. ഓക്കെ. ദെൻ കോൺഫിഗറേഷൻ വരുമ്പോഴെങ്ങനെയാണ്? കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 5. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെത് അറ്റോമിക് നമ്പർ 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 6. ഓക്കെ. ദെൻ അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടില്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ് എന്ത്? ആറ്റോമിക് നമ്പറും. അപ്പോൾ 9 ആണ് ആറ്റോമിക് നമ്പർ. ഇലക്ട്രോൺസിൻ്റെ എണ്ണം 9. ദെൻ ഇവിടെയുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? കെ ഷെല്ലിൽ 2 എണ്ണം, ദെൻ എൽ ഷെല്ലിൽ വരുമ്പോൾ 7 എണ്ണം വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് നിയോൺ ആണ്. നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 10 ആണ്. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8 നമ്പേഴ്സ്. എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോണുകളെ കൊള്ളുള്ളൂ. ഓക്കെ. അപ്പോൾ എൽ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് നിയോൺ ആയപ്പോൾ എന്തായി? ഫില്ലായി. ഓക്കെ. ഇനി നെക്സ്റ്റ് എലമെൻ്റ് ആയ സോഡിയം വരുമ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 11 ആണ്. സോ ഇവിടെ മുതലാണ് ഒരു ചേഞ്ച് വരുന്നത്. അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വന്നു, എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. ആ 8 ഇലക്ട്രോൺസ് എൽ ഷെല്ലിൽ നിറഞ്ഞു കഴിഞ്ഞു. അടുത്ത ബാക്കി ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ആ 1 ഇലക്ട്രോൺസ് ഏത് ഷെല്ലിൽ നിറയുന്നു? എം ഷെല്ലിൽ നിറയുന്നു. നെക്സ്റ്റ് മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണവും 12 ആണ്. അപ്പോൾ എങ്ങനെയാണ്? 2, 8, 2. അതായത് കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ എത്രയാണ്? 2 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. ഓക്കെ. ദെൻ അലുമിനിയത്തിൻ്റെ കേസിൽ 13 ആണ് ഇലക്ട്രോണുകളുടെ എണ്ണം. അവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 2, 8, 3. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി എന്ത് ചെയ്യാം? ഇതിൽ ചെയ്യാം. അപ്പോൾ only the electron configuration of elements from atomic number 1 to 18 can be written accurately in this way. അപ്പോൾ 1 മുതൽ 18 വരെ, അതായത് നമ്മൾ ഈ ചെയ്ത ടേബിളിലുള്ള 18 എലമെൻറ്റ്സിനെ മാത്രമേ ഈ ഒരു വഴിയിൽ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അതിന് ശേഷമുള്ളത് മറ്റു രീതിയിൽ, വേറൊരു രീതിയിലാണ്, അല്ലെങ്കിൽ അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ, അതായത് അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് പഠിക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ 1 മുതൽ 18 വരെയുള്ള എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എന്ത് ചെയ്യുക? എല്ലാവരും മനസ്സിലാക്കിയിട്ട് വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ്. അതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അത് ഫിഗർ വരച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഒന്നാമതായിട്ട് നമുക്ക് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെൻട്രൽ പാർട്ട് എന്താണ്? ന്യൂക്ലിയസ് ആണ് അല്ലേ? ന്യൂക്ലിയസിനകത്ത് ഏതൊക്കെയുള്ളത്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ കേസിൽ ആറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 ആണ്. ഓക്കെ. അപ്പോൾ ആറ്റോമിക് നമ്പർ 1 ആകുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം
1 ആണ്, പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അത് വെച്ചാണ് നമ്മൾ ഫിഗർ ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിലുള്ള ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, ദെൻ ന്യൂട്രോൺ ഇല്ലാത്തതുകൊണ്ട് അവിടെ 0 ന്യൂട്രോൺസ് എന്ന് എഴുതിയിട്ടുണ്ട്. പുറത്ത് എത്ര ഷെല്ലാണുള്ളത്? ഒരു ഷെല്ലേ ഉള്ളൂ. ഓക്കെ, ഒരു ഷെല്ല്, അത് കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? ഒരു ഇലക്ട്രോണാണ് ഉള്ളത്. രണ്ടാമത്തെ ഫിഗറായിട്ട് നമുക്ക് 5 ഇലക്ട്രോണുകളുള്ള ആരെ തന്നിട്ടുണ്ട്? ബോറോണിന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്, മാസ് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ പ്രോട്ടോണിനെ എഴുതണം, ദെൻ ഇലക്ട്രോണിനെ എഴുതണം, അത് കഴിഞ്ഞിട്ട് ഏതെഴുതണം? ന്യൂട്രോണിനെ. മൂന്നും കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 5 ആണ്, പ്രോട്ടോണിൻ്റെ എണ്ണം 5 ആണ്. അതേപോലെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 11 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് അല്ലേ? അപ്പോൾ അവിടെ ആദ്യം നമ്മൾ സെൻറ്റർ ന്യൂക്ലിയസ് വരച്ചു. ന്യൂക്ലിയസിൽ 5 പ്രോട്ടോൺസ് എഴുതി, 6 ന്യൂട്രോൺസ് എഴുതി. ആദ്യത്തെ ഷെല്ലെന്ന് പറയുന്നത് കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണേ കൊള്ളുള്ളൂ? 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അപ്പോൾ ബോറോണിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? മൊത്തത്തിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അതിൽ 2 എണ്ണം കെ ഷെല്ലിൽ പോയി. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 3 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 3 ഇലക്ട്രോൺസ് ഏത് ഷെല്ലിലാണ് നിറയുന്നത്? എൽ ഷെല്ലിൽ നിറയുന്നു. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് അലുമിനിയം. ഓക്കെ, Al1327 അലുമിനിയത്തിൻ്റെ ഒരു ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട കാര്യങ്ങൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 13 ആണ്. ദെൻ മാസ് നമ്പർ എത്രയാണ്? 27 ആണ്. അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഘടകമാണ് ഇത് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 13. ഓക്കെ, പ്രോട്ടോൺസ് 13 ആണ്. ദെൻ ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുക? 27 നിന്ന് 13 കുറക്കുക അല്ലേ? അപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടും? 14 ആണ് ന്യൂട്രോണിൻ്റെ എണ്ണമൊന്നും കിട്ടി. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള 3 കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം കിട്ടി, ഇലക്ട്രോണിൻ്റെ എണ്ണം കിട്ടി, ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടി അല്ലേ? ഇനി നമ്മൾ ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതുക, ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് കൊള്ളുക? 2 ഇലക്ട്രോൺസാണ് കൊള്ളുക. രണ്ടാമതായിട്ട് വരുന്നത് ഏതാണ്? എൽ ഷെല്ലാണ്. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് കൊള്ളുക? എൽ ഷെല്ലിൽ മൊത്തം 8 ഇലക്ട്രോൺസ് കൊള്ളും അല്ലേ? 8 ഇലക്ട്രോൺസ് എന്ന് അറിയാനുണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ 2ഉം കിട്ടും, 10 ആയിട്ടുള്ളൂ. ദെൻ ബാക്കി ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസും കൂടി ഉണ്ട്. ആ 3 ഇലക്ട്രോൺസ് എവിടെയാണ് നിറയുന്നത്? നെക്സ്റ്റ് ഷെല്ലായ എം ഷെല്ലിൽ വന്ന് നിറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ വരച്ചാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം ഈസ് ഗിവൺ. ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അത് വെച്ച് നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? കുറച്ച് തന്നിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആറ്റോമിക് നമ്പറാണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ? പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് ഇത് ഏതൊരു ആറ്റത്തിൻ്റെയും ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റർ ന്യൂക്ലിയസ് തന്നിട്ടുണ്ട് അല്ലേ? സെൻറ്റർ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോണുകളാണ് ഉള്ളത്? 18 പ്രോട്ടോണുകളാണുള്ളത്. 18 പ്രോട്ടോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. രണ്ടാമതാഴ്ച ചോദിച്ചിട്ടുള്ളത് എന്താണ്? മാസ് നമ്പർ എത്രയാണ് എന്നാണ്. അപ്പോൾ മാസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഇത് പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം. അപ്പോൾ എത്രയാണ്? അപ്പോൾ 18 പ്രോട്ടോൺസ് ഉണ്ട്, 22 ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ 18 + 22 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അതായത് ഈ എലമെൻറ്റിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 18 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണം 22, അതും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺസിൻ്റെ എണ്ണവും നമുക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണ്? 18 ഇലക്ട്രോൺസ് ഉണ്ട്. അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്? 2, 8, 8. അതായത് കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിലും എത്രയാണ്? 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അസ്ത്ര ഗുരുകുലത്തിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.